ഞങ്ങളുടെ ചെറിയ ഒരു ഓണം വിശേഷമാണ് പങ്കുവെക്കുന്നത്. ഇത് ഓണം കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ റെഡിയാക്കി അതിരാവിലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് കുട്ടികൾ പൂവൊക്കെ കട്ട് ചെയ്തുകൊണ്ടിടുകയാണ്. പിന്നെ പായസത്തിൻ്റെ പരിപാടിയൊക്കെ അമ്മ നോക്കുകയാണ്. പഴപ്പായസവും പ്രഥമനാണ്. ഞങ്ങളെല്ലാ ഫാമിലിയും ഒന്നിച്ചിട്ടാണ് കേട്ടോ ഓണം ആഘോഷിച്ചത്. എല്ലാവരും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ ഐറ്റം വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ തകൃതിയിൽ പൂട്ട് തുടങ്ങി. പൂട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മാവേലിയുടെ വരവ്. പൊതുവേ ഓണത്തപ്പനൊക്കെ വരാറുണ്ട്. അമ്മയുടെ വീട് വടകരയുണ്ട്, അവിടെയൊക്കെ ഞങ്ങളത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. മാവേലി വന്നപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായി, കുട്ടികളും ഹാപ്പിയായി. അപ്പം മാവേലിനെ ആദ്യമായിട്ട് കണ്ടു. പാലട പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് പാലട പായസവും പഴപ്പായസവും, പിന്നെ ഞങ്ങൾ കോഴിക്കോടുകാരൊക്കെ നോൺ വെജും ചിലപ്പോൾ സദ്യയിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ചിക്കനുമാണ് ഉണ്ടാക്കുന്നത്. 2 വീട്ടിലും പൂടുന്നതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. ആദ്യം ഒരു വീട്ടിലെ പൂക്കളം ഫിനിഷ് ചെയ്ത് അടുത്ത വീട്ടിലേക്ക് വന്നു. പൂവൊക്കെ ഞങ്ങൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുണ്ടൽപേട്ടിൽ നിന്ന് വാങ്ങി, ഹസ്ബൻഡ് വരുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് കുറച്ച് വില കുറഞ്ഞ് കിട്ടി. നാട്ടിലൊക്കെ നല്ല വിലയായിരുന്നല്ലോ. പക്ഷേ കുറേ പൂക്കളുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പണിയായി കുട്ടികൾക്ക് എല്ലാം അറേഞ്ച് ചെയ്യാനൊക്കെ. കുറച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡും കൂടി സഹായിച്ചു. അങ്ങനെ ഒരു പൂക്കളം റെഡിയായി. നല്ല സൂപ്പറായിട്ട് കുട്ടികളെ പൂക്കളിട്ടു. S24 അപ്പം മറ്റേ വീട്ടിലാണ് വെച്ചാണ് ഞങ്ങൾ സദ്യയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഫർണിച്ചറൊന്നും ഇല്ലല്ലോ, കാര്യമായിട്ടൊരു ഡൈനിങ് ടേബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കിച്ചണിലേക്ക് എല്ലാവരും ഐറ്റംസൊക്കെ കൊണ്ടുവന്നു. ഇത് ചെമ്മീൻ കറിയാണ് കേട്ടോ, പ്രോൺസ് കറിയാണ്. പിന്നെ ഒരു ഫിഷ് ഫ്രൈയും ഉണ്ടാവും, ചിക്കനും ഉണ്ടാവും. അങ്ങനെയാണ് ഞങ്ങൾ പൊതുവേ ഓണത്തിന് ഉണ്ടാക്കാറുള്ളത്. ചെറിയ സൈഡ് പരിപാടികളും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ സദ്യവട്ടങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഓടിച്ച് പോകുന്നുള്ളൂ. എന്തൊക്കെ ഐറ്റംസ് എന്നുള്ളത്: അവിയൽ, ഓലന്, പച്ചടി എല്ലാം ഉണ്ട്. പായസം, 2 തരം പായസവും കാര്യങ്ങളും, ഈ ഫിഷ് ഫ്രൈ, അങ്ങനെ കുറച്ച് വിഭവങ്ങൾ. 10-24 പേരാണ് ഞങ്ങളുള്ളത്. അപ്പോൾ സദ്യ വിളമ്പി തുടങ്ങി. ആദ്യം മൂത്തവരൊക്കെ ഇരിപ്പിച്ചിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ സദ്യ വിളമ്പി തുടങ്ങി. ഇപ്പോൾ വലിയ ആൾക്കാരും കുട്ടികളും ഊണ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ലേഡീസ് എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ബ്രദേഴ്സ് എല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. കുറേ കാലമായി എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടൊന്ന് ഓണം ആഘോഷിച്ചിട്ട്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു വീടും വാടകയ്ക്ക് കൊടുക്കാത്ത കാരണം എല്ലാവരും ഇവിടെ ഒന്നിക്കാമെന്ന് തീരുമാനം എടുത്തത്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ ബ്രദേഴ്സ് എല്ലാം ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു തിരുവാതിരക്കളി സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരുവാതിരക്കളി ചെയ്തു. പാട്ട് ഞാനിത് ആഡ് ചെയ്യാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം റീൽസിൽ കാണാം. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞോണം ഞങ്ങൾ സന്തോഷമായിട്ട് ആഘോഷിച്ചു കേട്ടോ. അടിപൊളിയായിട്ട് ഞാൻ ആഘോഷിച്ചു. വളരെ സന്തോഷമായി. അപ്പം നിങ്ങൾക്കും കൂടി ഞാൻ ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.